അപ്പൊ ആ രീതിയിൽ അത്രത്തോളം നമ്മൾ മോശമായ രീതിയിലുള്ള ധാരണയായിരുന്നു. ആ ധാരണ തന്നെ സംഘടനയുടെ പ്രചരണ രംഗത്തെ നമ്മൾ ഇറക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ശൈഖന്മാർക്ക് അറിയാമായിരിക്കും നമ്മളെ സ്വന്തം ഉള്ള ഒരു വിശ്വാസമല്ല, നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ പേരിലാണ് എന്നുള്ള. പിന്നെ ഇപ്പോ പറഞ്ഞപ്പോൾ തന്നെ ശൈഖുനാനെ കാന്തോട്ടും വലിയുമാനെ കാന്തോട്ടും ഉമ്മാന്റെ കാര്യത്തിനാണെങ്കിലും അന്നൊന്നും ചിന്തപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെയും തന്നെ അകലാതെ ശൈഖുനാന്റെ ചെന്ന അവൾ വളരെ ലാളിത്യവും ഉള്ളൊരു ആളാണ്, വലിയ വിനയമാണ്. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മളെ പുസ്തകത്തില് ഈ തിബറ്റ് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഞാൻ ഈ ശൈഖുനാന്റെ ഇതുണ്ട് അകലാതെ, അപ്പൊ അവരങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്താക്കി, അത് ഒഴിവാക്കി. അത് ഒഴിവാക്കിയതിന്റെ പേരിൽ എന്തെന്നറിയില്ല. പിന്നീട് എനിക്ക് ഗൾഫിൽ ഞാൻ കുറെ കാലം നിന്നു, പല സ്ഥലങ്ങളിലും നിന്ന്. അതേ ചുരുക്കി പറയാൻ നൃത്തത്തിന് വിഷയം. ആ നൃത്തത്തിൽ ഞാൻ ആ പിടുത്തം വിട്ടു. സാമ്പത്തികമായിട്ടും രോഗങ്ങൾ വന്നിട്ട് പല രീതിയിലും എനിക്ക് മാനസികമായി വളരെ പ്രയാസം, ഭ്രാന്ത് ആയെന്നോന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിൽ മാനസികാവസ്ഥ. അപ്പോ അങ്ങനെ ഈ നടന്നുകൊണ്ടിരിക്കും. ഈ ലാസ്റ്റ് ടൈമിൽ തോല കാണുന്നതായിട്ടില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോട്ടക്കൽ ഭാഗത്ത് ഒരു സംഗീതിൻ്റെ അടുത്ത് പോയി. അങ്ങനെ വരിയിട്ട് അങ്ങനെ പോയപ്പോൾ പല കാലം ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ചെറുപ്പത്തിൽ ഏതെങ്കിലും ആരായിട്ട് ബന്ധപ്പെട്ടിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ ബന്ധപ്പെട്ടിരുന്നു. അത് എവിടെയായിരുന്നു വെച്ചാൽ നമ്മുടെ അകലാറ് ഒരു മഹാനായിരുന്നു, അവരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിന് ബന്ധം ചോദിച്ചു. അങ്ങനെ ശൂന്യം എൻ്റെ കാരകം എന്ന പണ്ഡിതന്മാരൊക്കെ നോക്കിയ സംഗതിയിലുണ്ട്. സജീവ പ്രവർത്തന രംഗത്തില്ലെങ്കിലും ഇപ്പൊ ഈ അനുഭവീയ തന്നെയല്ല. എന്തിനാ മുറിച്ചത് പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇനിയിപ്പം പരീക്ഷണത്തിന് കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടിയാണ്. അവര് പറഞ്ഞിട്ട് നിങ്ങളെ അനുഭവം എന്തായിരുന്നു അവരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ? അപ്പൊ പറഞ്ഞു എനിക്ക് നല്ല അനുഭവമാണ്, നല്ലത് ചെല്ലാനും തന്നിട്ടുണ്ട്, നല്ല മതത്തിൽ നിന്നിട്ടുള്ള ജീവിതത്തിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അത്രത്തോളം വലിയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് അവർ ബോധ്യപ്പെട്ട രീതിയിൽ പലതും പറയും. പക്ഷെ നിങ്ങളെ അനുഭവത്തിനെങ്കിലും ഒരു വിലയിരുത്തണ്ടേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആ ബന്ധം തുടരലായിരിക്കും ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം. ചികിത്സ ആണെങ്കിൽ ഞാനും ചെയ്യാം, നമുക്ക് ചെറിയ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും കാരണം അന്തിമ പരിഹാരം ഇതാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഈ ഇതിലാണ് നമ്മളുള്ളത് സംഘടന ഈ പോയ തങ്ങളാണ് ഈ കേൾക്കാറുണ്ടാണ് ഈ കേൾക്കാത്തിന്റെ ആളുമല്ല. നമ്മള് പറയാണ്ടെന്ന് അങ്ങനെ പറഞ്ഞു സംഗതി ആ മർമ്മം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോന്നു, വിഷയം മനസ്സിലുണ്ട്. പിന്നെ ഞാൻ കോട്ടക്കല് നാളെ അവർക്ക് ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥലത്ത് എടുത്ത് പോയി. അത് നല്ല ഏർവാടിയൊക്കെ ബന്ധമുള്ള നല്ല തന്നെയാണ്. അവരടുത്ത് ചെന്നപ്പോ ഫസ്റ്റിലൊരു ചെന്നപ്പോ ഒന്ന് മന്ദിരിച്ച് പോയി തന്നിട്ടാണ്ട് എന്നതാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഒരു മാസമായപ്പോൾ വീണ്ടും അവസ്ഥ മാറി. ഉടനെ തന്നെ മൂപ്പരെത്തില്ല. മൂപ്പരിതന്മാർ ഒരു റൂമിൽ ഹൽവത്തിലാണ്. അവിടെ ചെന്ന് മൂപ്പരിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് കണ്ട് ഏർവാടി എന്തൊരു പെയ്ത്ത് അണച്ചിലൂടെ അവസ്ഥ മാറി രണ്ടുപേരെ അയാളമാരുടെ അവസ്ഥയിലേക്ക് ഞാൻ ആകെ അങ്ങോട്ട് കരയാനോടൊക്കെ പാട വന്നത് പ്രത്യേക അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ മൂപ്പരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊട്ടിട്ടിയപ്പോൾ അങ്ങനെയാണ് അവരും ചെയ്തത്. എന്നിട്ട് മൂപ്പരും പറഞ്ഞതിനോട് നിങ്ങൾ CM വലിയമാരുടെ അടുത്ത് പോകണം, അവിടെ പോയിട്ട് ജിയാർത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിൽ നിർദ്ദേശം തരും, അതനുസരിച്ച് നിങ്ങൾ ചെയ്തുകൂടി. അതായിരുന്നു ഈ വിഷയത്തിലേക്ക് പരിഹാരം. അവരിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു തിരിച്ച് പോക്കിലേക്കുള്ള സുഖിച്ചാൽ കിട്ടിയത് പോലെ തോന്നി. ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. മുമ്പ് ഇന്ന സമയത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ പോകണം എന്ന് പറഞ്ഞില്ല, അവിടെ പോയിക്കോളിയതാണ് പറഞ്ഞത്. അങ്ങനെ പോകുന്ന പരിപാടിയിലായപ്പോൾ ജ്യേഷ്ഠനും ഞാനും പറഞ്ഞ നമ്മളെ കുടുംബളുണ്ടായിരുന്നു അബ്ദുള്ള മുസ്ലിയാരി പറഞ്ഞിട്ട്
അറിയണ്ടായിരുന്നു. ഈ അവരെടുത്തത് വലിയ ഇങ്ങനെ കുട്ടികളുടെ അസുഖത്തൊക്കെ പോയി. അപ്പൊ ജ്യേഷ്ഠന്മാര് അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചപ്പോൾ അബ്ദുൽ മുസ്ലിം മരിച്ചു. ഇപ്പം മകന് ആ സ്ഥാനത്തുണ്ട് എന്നിട്ട് ജ്യേഷ്ഠൻ നല്ല ബന്ധം, ജ്യേഷ്ഠനെ ഗൾഫിക്ക് പറഞ്ഞതൊക്കെ സ്ഥലമാണ്. അപ്പൊ ആ രീതിയിൽ അവിടെ നിന്ന് പോകാന്നുള്ള രീതിയിൽ ജ്യേഷ്ഠനും ഞാൻ പാടോട്ടെ അവിടെ പോയപ്പോ 10 ദിവസം ഇല്ലല്ലോ മകനാണ്. അപ്പൊ ഇവിടെ എപ്പോഴും വന്നിരുന്നു പരിചയമുണ്ട്, ഒപ്പനേറ്റെല്ലാം പരിചയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ മകൻ പറഞ്ഞു ഞാൻ പരങ്ങത്തിരിക്കണമൊന്നുമില്ല, എനിക്ക് കുറെ കണക്കുകളുണ്ട്, എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ വേറെ അതുകൊണ്ട് എനിക്ക് ആ രംഗത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഏതായാലും വെളുത്തിൽ ഞാനിങ്ങനെ പറയുന്നെങ്കിൽ ഉള്ളതൊന്നും പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞ് നമുക്ക് റൂമിൽ കയറി. ചെറുപ്പക്കാരനാണ്. റൂമിൽ കയറിയപ്പോ ഞാനും കൂടെ കയറിയപ്പോ അവിടെ ഈ അവസ്ഥയിൽ നടക്കുകയാണ്. അപ്പൊ എന്റെ കാര്യം എന്റെ കൂടെ ഉണ്ടാക്കി പറഞ്ഞപ്പോ ജ്യേഷ്ഠന്റെ പരിഹാരങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞു നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരത്തിന് അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഇന്ന് ചിന്തിക്കാനത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടനെ തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ അവിടുന്ന് മുപ്പിനോട് പറയുന്നത് പോകുമ്പോ സുബൈന്റെ മുമ്പ് നാട്ടിൽ നിന്ന് സുബൈ നിസ്കരിച്ച ജമാഅത്തിന് അവിടെ എത്തുക. ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ പഞ്ചത്ത് വന്നാൽ കൂടുതൽ തിരക്കൊന്നുണ്ടാവില്ല, നമുക്ക് അവിടുത്തെ സ്വന്തമായ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് ആ ഒരു സമയത്ത് പോകലാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് സമയം പറഞ്ഞു. അപ്പോ അന്ന് ഇങ്ങനെ മക്കൾ വളച്ചു കെട്ടിയിട്ടില്ല, കിട്ടി. ഞാൻ ആ സമയം നോക്കി സുബൈൻ്റെ മുമ്പ് എൻ്റെ ഒപ്പം വലിയ അലിയനുണ്ട്, ഒപ്പന കുട്ടിയിട്ടാണ് സുബൈക്ക് ജമാഅത്തിന് അവിടെ എത്തി. നിസ്കാരം കഴിഞ്ഞൊക്കെ തന്നെ സീനുകൾ നല്ല കാലം കിട്ടിയിരുന്നു. എന്നിട്ട് അപ്പം ഇതിൻ്റെ വസ്തുക്കളൊക്കെ മാറി ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 നിർദ്ദേശിച്ചിട്ടുള്ള അസുഖങ്ങളുണ്ട്. നന്നായി പൊട്ടിക്കാരണം അവിടെ ഇരുന്ന് പൊട്ടിക്കരുമ്പോൾ ചെയ്യുന്നതാണ് അകലാരത്ത് കാണിച്ചു അവിടെ അവർക്ക് എന്റെ കൽപ്പും ഉള്ള അവിടെ ശിവനാൻ ഒപ്പാത്തായിട്ടില്ല, തിരിച്ചിരിക്കുന്ന സമയമാണ് ഭാഗ്യം കൊണ്ട്. അപ്പോ അങ്ങനെ തിരിച്ചുപോയി. 3 പ്രാവശ്യം ഞാൻ ശിവനടുത്ത് പോകുന്നു. എൻ്റെ അടിയിൽ സിയാർത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകും, പക്ഷെ അവർക്ക് വല്ലാതെ മെയിൻ ചെയ്യില്ല. ശിവനാണ് എൻ്റെ കൂടെ ഉള്ളവരടക്കം ശിവനാനത്ത് പോയി മുഷാഫത്തൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ മെയിൻ ചെയ്യാതെ പോകും. ശിവനെ നോക്കണ്ട്, പക്ഷെ നമ്മുടെ ഇതിൽ പെട്ടതല്ലേ. പിന്നെ അപ്പൊ അവിടെ ചെന്നാൽ അങ്ങനെ ഞാന് അവിടെ പോയി. അപ്പൊ റൂമിൽ പോയി. പിന്നെ തോബന്റെ മനസ്സോടുകൂടെയാണ് അവിടെ ചെന്ന് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ അസുഖം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ അവിടെ അങ്ങനെ ഷെയ്ഖുന കസാലയിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടെ പടിഞ്ഞവിടെ ഷെയ്ഖുനാന്റെ എത്തിയിരുന്നു. അപ്പൊ ഇങ്ങനെ എന്റെ കൊല്ലങ്ങനെ തല്ലാൻ പടങ്ങ് താഴേക്കാണ് അങ്ങനെ മുട്ടുകുത്തിനാണ്ട് അങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ആദ്യത്തെ അവിടെ കൈകൊണ്ട് എനിക്ക് ആ ഒരു തീരിന്റെ അസുഖങ്ങള് മാറി. പിന്നെ ഒരു ശാരീരികമായി മനുഷ്യനുണ്ടാവുന്ന വലിയ തലവേദന, അതുപോലത്തെ അസുഖങ്ങളും മറ്റുള്ള അസുഖങ്ങളും ഉണ്ടാകാതെ ഈ രീതിയിൽ അന്തല്ലാത്ത രീതിയിൽ പൈശാചികമായ ഒരു അസുഖം അതിന്റെ പേരിൽ ഒരാവശ്യം വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് എനിക്കിങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ കബൂലാക്കാന്ന് പറഞ്ഞപ്പോൾ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കെട്ടറിഞ്ഞ് പോണ ആൾക്കാരൊന്നും തിരിച്ചെടുക്കലില്ല, പക്ഷെ നിങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കണക്ഷൻ അവിടെ നിന്ന് കൊടുത്തേരും. അതാണ് ആ 3 പേരും പറഞ്ഞത് മടവൂര് പോയിക്കോളാം. ആ സമയത്ത് നിങ്ങൾ മടവൂര് പോകാൻ നേരെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവർ എടുക്കണമെന്നില്ല. നമ്മൾ അവിടെ പോയി പിടിക്കേണ്ടടുത്ത് പിടിച്ചപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അന്ന് ഞാൻ എൻ്റെ ഉമ്മാന്റെ സുഖം പറയാൻ വേണ്ടി അവിടെ തലതലത്തിൽ എത്തിയപ്പോ ആ ഒരു നമ്മള് ഉമ്മ അന്ന് എത്തുമ്പത്തോണ്ട് കുട്ടികളെ നല്ലൊരു ഏറ്റക്കാതോട് കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു കബൂലിയത്ത് വ്യക്തി അവർ കൈവിട്ടിട്ടില്ലായില്ല. പിന്നെ സംഘടന പ്രവർത്തിച്ചില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ സംഘടനയുടെ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് എനിക്ക് ആ 2ാമത് ജീവനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സംഘടനക്ക് ഈ മശായിഖന്മാരോടും തെരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടുള്ള എതിർപ്പ് ഇങ്ങനെ കൂടി വരിക. നമ്മൾക്ക് മശായിഖന്മാരോടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ കൂടി ഇത് 2 പെട്ടുപെട്ട് ഇതിലായി വന്നിന്. പിന്നെ ഒരു മാളത്തിൽ നിന്ന് ഒരു പ്രാവശ്യമല്ലേ മുമ്പിന്റെ പമ്പെടുക്കുള്ളൂ.
അപ്പൊ പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ ആ മാളത്തിലേക്ക് നോക്കിയില്ല. നോക്കിയില്ല. ഞാനും മശായിഖന്മാരെ പിന്നിലാട്ടി കുറച്ച് നിൽക്കും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ സംഘടനയും ഇതും പണയി വെച്ച് പോയി. അപ്പൊ സംഘടനയിൽ നിന്നുള്ള അവഗണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ അതിൽ നിന്ന് ഇതൊക്കെയാണ് അനുഭവങ്ങൾ. അങ്ങനെയാണ്. നല്ല ഉഷാർ പ്രവർത്തകനായിരുന്നു. ഒരു സമയത്ത് സംഘടനയ്ക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച് ഈ സംഘടന പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഗൾഫിൽ പോലും ആ ഭാഗത്തേക്ക് പോയത്. ഏതായാലും അന്നും മഹാന്മാരെയും ആ കാലഘട്ടത്തിലെ മശായിഹന്മാരെയും എതിർക്കുന്ന ഒരു ശൈലി സംഘടനക്കുണ്ട്. ഈ കാലത്തും അങ്ങനെ തന്നെ. നമ്മളൊക്കെ എപിക്കാരായിരുന്നല്ലോ. നമ്മളൊക്കെ ഈ സംഘടന SSF ആയിട്ട് പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾക്കും വിഷമമാകുന്ന നമ്മളും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മശായിഹന്മാർ ആരുണ്ടോ അവരൊക്കെ എതിർക്കുന്ന ശൈലി. പക്ഷെ എതിർക്കുന്ന എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പിന്നെന്താ ഇപ്പൊ 40 പേര് കൂടുന്നത് തന്നെയാണ് മശായിഹന്മാരെന്നുള്ള വാദമാണ് ഇപ്പോൾ ഇവർക്കുള്ള ആകളെ തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു. പിന്നെ തെളിവൊന്നും ചോദിക്കണം. ഈ ഉസ്താദ് അങ്ങനെ പറഞ്ഞു. നേരെ തെളിവൊന്നും ചോദിക്കണം. ഇന്ന് കുറെ പാവപ്പെട്ടവര് കുടുങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തില്. ഉസ്താദന്മാരും സാധാരണക്കാരൊക്കെ സംഘടനക്ക് വേണ്ടി അഡിക്റ്റ് ആയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മശായിഹന്മാരെ മദതും ഇഫും അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും തരട്ടെ. ഏതായാലും ഇവിടെ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. ഉസ്താദിന്റെ അനുഭവങ്ങൾ കേട്ട് നിങ്ങളുടെ നാട്ടിലും CM വലിയുല്ലാഹിയെ കണ്ട അനുഭവിച്ച ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടവൂർ കാഫിലയുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട് 9544299786. ഈ നമ്പറിൽ വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് മടവൂർ കാഫിലയുടെ പ്രവർത്തകരെ കിട്ടും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ നാട്ടിൽ ഷെയ്ഖുമാനെ കണ്ട ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഈ അനുഭവങ്ങൾ ലോകം മുഴുവനും ബഹുമാനപ്പെട്ടവരെ കണ്ട ആളുകൾ നേരിട്ട് പറയുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വഴിയാണ് മടവൂർ കാഫില. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത അനുഭവങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും. മദബോധം തന്നു